Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khanis, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
വിജയ, വിജയ. എന്താ ജമാലെ? വിജയനില്ലേ അമ്മായി? അവനോട് ക്ലാസ് എടുക്കുന്നിടത്തുണ്ടല്ലോ. ഓ, അവന്റെ ഒരു കാര്യം. വിജയ, എന്താ വരാൻ പറഞ്ഞേ? ഒരു അത്യാവശ്യ കാര്യം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. എന്ത് കാര്യം? നമ്മുടെ ഡൊമിനിക് അച്ഛനെ പോയി ഒന്ന് കാണണം. എന്നിട്ട്? ആളൊരു പ്രധാനപ്പെട്ട സാധനം നിന്റെ തരും. അത് ഭദ്രമായിട്ട് ഇവിടെ എത്തിക്കണം. ശരി, ഞാൻ പോയിട്ട് വരാം. ആ, പിന്നെ നിനക്കിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? എനിക്ക് കുറച്ച് എഴുതി തീർക്കാനുണ്ട്. എന്താ കാര്യം? ഒന്നുമില്ല. എത്രയായി? 30 രൂപ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. അപ്പം 40 രൂപയായില്ലേ? അത് വേണ്ട സാറേ, അച്ഛനെ കാണാൻ വരുന്നവരിൽ നിന്നും ഞങ്ങൾ 10 രൂപ കുറവേ വാങ്ങാറുള്ളൂ. എടുത്തോണ്ട് പോടവനെ. ആരാ? എന്തു വേണം? ഞാൻ അച്ഛനെ കാണാൻ വന്നത്. എന്നിട്ട് അച്ഛനെ കണ്ടില്ലേ? ഇതിൽ ആരെങ്കിലും ഉണ്ടോ നിന്റെ അച്ഛൻ? ഞാൻ ഡൊമിനിക് അച്ഛനെ കാണാൻ വന്നതാ. എന്റെ പേര് ജമാല്. വിജേഷം പറഞ്ഞു വിട്ടതാ. എന്നിട്ട് ഡൊമിനിക് അച്ഛനെ കണ്ടോ? ഇല്ല. എന്നാ ഞാനാടോ ഡൊമിനിക് അച്ഛൻ. വാ, അകത്തോട്ട് പോകാം. അത് ശരി, യൂസഫ് മലിയുടെ മകനായിരുന്നു അല്ലേ നെയ്യ്? സ്കൂളിൽ പഠിക്കണ കാലത്ത് ഞാനും നിന്റെ ബാപ്പായും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഞാൻ പള്ളിയിൽ അച്ഛനും അവൻ പള്ളിയിലെ മൂലരാകാൻ വേണ്ടി രണ്ടുപേരും 2 വഴിക്ക് പോയി. പിന്നെ നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ഉമ്മയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ ബാപ്പാടും ഉമ്മയുടെ വിശേഷം? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. എന്ത് പറ്റി അച്ഛാ? ഏയ്, പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തുപോയതാ. ഞങ്ങളുടെ സൗഹൃദം കാണുമ്പോൾ നാട്ടുകാർ പറയുമായിരുന്നു, ഒരമ്മ പെറ്റ മക്കളാണ് ഞങ്ങളെന്ന്. ദാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. പിന്നെ ബാപ്പാടന്റെ സലാം പറയാൻ മറക്കരുത്. ഓ, പറയാം. ആ, അമ്മാവാ, എന്താടാ? ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കും. ചില ആളുകൾ 10 ദിവസം വരെ നിരാഹാരം കിടക്കണ കണ്ടിട്ടില്ലേ? ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റാത്തവരുണ്ട്. ദേ കൃഷ്ണേട്ടാ, എനിക്ക് 2 ദിവസം വരെ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റൂട്ടോ. ആണോ? എന്നാ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? അതെ കൃഷ്ണേട്ടാ, പട്ടിണി കിടന്നിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ഓ, ഈ തടിയൊന്ന് ഒത്തിരി കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കാൻ തയ്യാറായിരുന്നേനെ. അപ്പൊ നാളെ തന്നെ തുടങ്ങിയാലോ? അതിനെന്താ, ആവാലോ. ഇതൊരു ഗെയിമായി കണ്ടാ മതി. അനിശ്ചിതകാല നിരാഹാര സമരമല്ലല്ലോ, ഒറ്റ ദിവസത്തെ കാര്യമല്ലുള്ളൂ. ഉച്ചയ്ക്ക് ഒരളവുണ്ടോ? എന്നാ ഞാനുണ്ട്. ഒരളവുമില്ല. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ. ഇതൊരു മാതിരി ഹർത്താല് പോലെ പോയി. ആ, എന്താണ് എല്ലാവരും കൂടി ഒരു കളിയും ചിരിയുമൊക്കെ? ഞങ്ങളൊരു പരീക്ഷണത്തിലാണ്. എന്ത് പരീക്ഷണത്തിലാണാവോ? നാടിന്റെയും നമ്മുടെയും നന്മയ്ക്ക് വേണ്ടി ഒരു നിരാഹാരം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. ആർക്കും പങ്കെടുക്കാം, നിനക്കും പങ്കെടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ. പരീക്ഷണം ഗംഭീരമായി തന്നെ നടക്കട്ടെ. ഞാൻ പോവാ. നാളെ വരുമോ നീ? എന്തിന്?
രാജ്യത്തെ കോടിക്കണക്കിന് പട്ടിണിപാവങ്ങളെ ഓർക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന നിരാഹാരത്തിലേക്ക് താങ്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്. വർഷത്തിൽ ഒരു മാസം മുഴുവനും അവരെ ഓർക്കാൻ വേണ്ടി ഞാൻ പട്ടിണി എടുക്കുന്നുണ്ട്, നോമ്പെടുത്തോണ്ട്. അതുകൊണ്ട് അവരെ ഓർക്കാത്തവരൊക്കെ നിരാഹാരം കെടുക്ക്. ഞാൻ പോണു. എങ്ങനെയിരുന്നു ചെക്കനാവൻ? ആ കോലം കണ്ടോ ഇപ്പോ? ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ടേ ഇങ്ങനെയുണ്ടാ ചെക്കന്മാര്? ഇപ്പൊ മനസ്സിലായോ? തടി കുറയ്ക്കാൻ നിരാഹാരമൊന്നും വേണ്ട, പ്രേമം മതി. ഒന്ന് പോടി അവിടുന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പെണ്ണെ കണ്ടതാ. ഇവന്റെ മാതിരി യാതൊരു ഫീലിങ്സും ആ പെണ്ണില്ല. അവള് വളരെ ഹാപ്പിയാണ്. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ. അവസാനം ഇവരൊന്നും അറിയില്ല. ഓ, നിങ്ങൾ ആണുങ്ങളൊക്കെ ഹരിചന്ദ്രന്മാര്. പാടി. വിജയേട്ടാ, അച്ഛൻ തന്നുവിട്ട ഒരു പിടിയത്. ഇതാണൊരുപിടി. എനിക്ക് ആരുമില്ല. എന്റെ വീട്ടുകാർക്ക് പോലും എന്നെ വേണ്ട. എന്റെ ഭാര്യക്ക് എന്നെ വേണ്ടതായി. നിന്നെ വേണ്ടാതായത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? ഇപ്പൊ കടന്ന് മോങ്ങുന്നോ? കുടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇല്ല, ഞാൻ ഒരിക്കലും കുടിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടല്ല എനിക്ക് തിരിച്ചിടണം. കിട്ടോ? ഞാൻ നിങ്ങൾ പറയണ മാതിരി എല്ലാം ചെയ്തോളാം. എനിക്ക് എന്നെ തിരിച്ചു വേണം. നിന്റെ വീട്ടുകാരെ അച്ഛൻ വിളിച്ചിട്ടുണ്ട്. അവര് വരും. പക്ഷേ നീ നിന്റെ കുടി നിർത്തണം. എന്നാലേ അവർ നിന്റെ കൂടെ ജീവിക്കൂ. തൽക്കാലം കുറച്ചു ദിവസം നീ എന്റെ കൂടെ നിൽക്കുക. എന്താ, പറ്റൂലേ? എന്താടാ, പറ്റൂലേ? വേണോ? നന്നായിക്കോടാ. പൊന്നി. വിജയേട്ടാ, ഞാൻ പോണം. ആ, സത്യം പറയാലോ ഉസ്താദെ, ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. ഈ ആശ്വാസം നമുക്ക് മാത്രം കിട്ടിയ പോരല്ലോ, നമ്മളെ കാണാൻ വരുന്നവർക്കും കിട്ടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമല്ലേ, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം. കഴിഞ്ഞ കൊല്ലം 25 പാവപ്പെട്ട കുട്ടികളെ നമ്മൾ കെട്ടിച്ചേച്ചു ഉസ്താദെ. മാത്രമല്ല, കുടിവെള്ളം എത്താത്ത ഒരു വീട് പോലും ഈ നാട്ടിലില്ല. അതുപോലെ കരണ്ടും. ഈ നാടിനെ മറന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കും ഉസ്താദെ. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കഴിയും. ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ഉസ്താദെ. ഓക്കെ, എന്നാ ശരി കേട്ടോ. മോനെ, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ വിജയന്റെ വീട്ടിലുണ്ടായിരുന്നു. മോനെ, നിന്നെ ബാപ്പ അന്വേഷിക്കുന്നുണ്ട്. ചെല്ല്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉമ്മ പറഞ്ഞു വാപ്പ തിരക്കിയെന്ന്. ആ, തിരക്കി. നീ ഇവിടെ വന്നിരിക്കും.
നിന്നിവിടെ കാണാതെ ഇപ്പൊ ചോദിച്ചെന്നുള്ളൂ ഉമ്മാടെ അടുത്ത്. മോനുക്കുപ്പാനോട് ദേഷ്യമുണ്ടെന്നറിയാം. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളൊരു സന്തോഷം നമുക്ക് വേണോ മോനെ? ഇന്ന് മോൻ അനുഭവിക്കുന്നതിന്റെ ഇരട്ടിയോളം വേദന ആ കുടുംബം അനുഭവിക്കുന്നില്ലേ? ഞാൻ മോൻക്ക് കൂട്ടുനിന്നിരുന്നെങ്കിൽ മോൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ഉപ്പാടെ പൊന്നുമോൻ അതെല്ലാം മറക്കാൻ ശ്രമിക്കും. എത്ര ശ്രമിച്ചിട്ടും പറ്റില്ലപ്പ. ജമാലെ, നീ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെന്നൊരു പെണ്ണുണ്ട് ഈ പുറയിൽ, അത് മറക്കണ്ട. പക്ഷെ ഉപ്പ, ഞാൻ കാരണമല്ലേ ലക്ഷ്മി ഇന്നും. അവളുടെ കാര്യത്തിൽ നീ ബേജാറാവണ്ട. എല്ലാവരുടെ കാര്യത്തിലും പടച്ചവനൊരു തീരുമാനമുണ്ട്. പക്ഷേ നിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നൊരു പെണ്ണുണ്ട്. അവളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴാൻ എന്റെ മോൻ അനുവദിക്കരുത്. മനസ്സിലായോ? എന്നാ മോൻ പോയിക്കോ. മോനെ, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞാൻ കൈ കഴുകി പോയിരിക്കും, ഭക്ഷണം എടുത്തു വെക്കാം. മോളെ, നീ നിസ്കരിച്ചോ? ഇല്ലമ്മ. എന്നാ ഭക്ഷണം എടുത്തു വെച്ചിട്ട് പോയി നിസ്കരിക്ക്. എന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും കേട്ടോ. പഠിച്ചോണേ, കാത്തോളണേ. ഞാനിന്ന് പറയാൻ പോണ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന മിക്ക അസുഖങ്ങൾക്കും കാരണം നമ്മുടെ ഭക്ഷണരീതികളാണ്. അതിൽ കൂടുതൽ അമിത ഭോജനവും വയറുമറന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭവിഷ്യത്ത് അറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആശുപത്രികളിലും മറ്റും പോയാൽ കാണാം. അപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കണ്ട എന്നാണോ പറയുന്നത്? ഭക്ഷണം കഴിക്കണം, മിതമായി കഴിക്കണം, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. പക്ഷേ നമ്മളിൽ ചില ആളുകൾ കഴിക്കുന്നത് കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് കരുതും. അതൊക്കെ, പക്ഷെ നമ്മൾ പട്ടിണിയിടുന്ന നാടെങ്ങനെ നന്നാവുമെന്നാ പറയുന്നത്? നോക്കൂ സഹോദര, ആരോഗ്യമുള്ള പൗരൻ രാജ്യത്തിന്റെ സമ്പത്താണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകും. രോഗം വരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാവും. മിതമായ ഭക്ഷണ സംസ്കാരം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായാൽ ഭക്ഷണ സ്രോതസ് വരും തലമുറയ്ക്ക് കൂടി ഉപയോഗപ്രദമാകും. അങ്ങനെ രാഷ്ട്ര പുരോഗതി കൈവരിക്കും. നമ്മൾ മനസ്സുവെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കുക. ആഴ്ചയിലൊരിക്കൽ ഉപവാസം, പിന്നെ ഭക്ഷണ ക്രമീകരണം. മത്സ്യവും മാംസവും പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കാൻ പറ്റുന്നവരെ ഒഴിവാക്കുക. പുതിയ രാഷ്ട്രം നിർമ്മിക്കാനായി നമുക്കൊന്നിക്കാം.